8 റൗണ്ട് പിന്നിടുമ്പോൾ തന്നെ 19,054 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദനുണ്ട്. പത്തനാപുരത്ത് നിന്നും മറ്റൊരു കാഴ്ച വരുന്നു. കെ.ബി. ഗണേഷ് കുമാറിന്റെ തോൽവി ആഘോഷിക്കുകയാണ് അവിടെ NSSന്റെ താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിൽ ലഡ്ഡു വിതരണം ചെയ്തു എന്ന് വാർത്തകൾ. ഗണേഷ് നായന്മാർക്ക് അവമതിപ്പുണ്ടാക്കി. ചാമക്കാലയുടെ ജയം നായന്മാരുടെ ജയമാണെന്ന് താലൂക്ക് യൂണിയൻ. അവിടെ നമുക്കറിയാം പ്രാദേശികമായി NSS നേതൃത്വവുമായി ഗണേഷ് കുമാറിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിധി. അത് അവർ ആ തരത്തിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പലതരത്തിലുള്ള ട്രെൻഡുകളും നീക്കങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും പത്തനാപുരത്ത് ഗണേശിനെതിരാവുന്ന ഘടകങ്ങളുണ്ടായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷമുള്ള പ്രധാന വ്യക്തികളുടെ പ്രതികരണങ്ങളൊക്കെ ഏറെ കൗതുകമുള്ളതാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ എന്തു പറയുന്നു, ജി സുകുമാരൻ നായർ എന്തു പറയുന്നു, ഇങ്ങനെയുള്ള സമുദായ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ഏറെ കൗതുകരമായിരിക്കും. അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഇന്നലെ വൈകിട്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ വെള്ളാപ്പള്ളി പിണറായി തന്നെ വന്നേക്കും എന്ന അഭിപ്രായം പറഞ്ഞ വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വെള്ളാപ്പള്ളി എന്തു പറയുന്നു? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇത്രയും വലിയൊരു തോൽവി നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട കക്ഷികളിലൊന്ന് വെള്ളാപ്പള്ളി നടേശന്റെ UDF അധികാരത്തിലേറിയാൽ ലീഗായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്നതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. മലപ്പുറം പരാമർശമൊക്കെ എങ്ങനെയാണ് പ്രതിഫലിച്ചത് വോട്ടെടുപ്പിൽ എന്നത് ഒരുപക്ഷെ CPM-നും ഇടതുപക്ഷത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. മലപ്പുറത്തെക്കുറിച്ച് തുടർച്ചയായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അതടക്കം പരാമർശങ്ങൾ നടത്തുമ്പോഴും ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാൻ, അതായത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ ഇടതുപക്ഷം തയ്യാറായി. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം ഇത്തവണ UDF-ലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴത്തെ കണക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതാ ഷൊർണൂരിൽ നിന്ന് P. മമ്മിക്കുട്ടിയുടെ വിജയം അത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രതീക്ഷകളുണ്ട്, അങ്ങനെയുള്ള ആശ്വാസങ്ങളുണ്ട്. പാലക്കാട്, തൃശ്ശൂർ പോലെയുള്ള ജില്ലകൾ ഏറെക്കുറെ CPM-നെ പിടിച്ചു നിർത്തിയെന്ന് കരുതാം. അതേസമയം കണ്ണൂര് പാർട്ടിക്കോട്ടകൾ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കോഴിക്കോടും വമ്പൻ തിരിച്ചടി. രണ്ടും പ്രതീക്ഷിച്ചതാണ്. കണ്ണൂര് പ്രതീക്ഷിച്ചതല്ല, കോഴിക്കോട് പ്രതീക്ഷിച്ചതാണ്. എന്തായാലും പിടിച്ചു നിർത്തി തൃശ്ശൂരും അല്പം പാലക്കാട്. ഇപ്പോഴും കുഞ്ഞികൃഷ്ണന്റെ മേൽക്കൈ തുടരുകയാണ്. അത് പക്ഷേ 4000 എന്ന നിലയിലാണ്. ഒരു പക്ഷേ പാർട്ടിയുടെ കൃത്യമായ കോട്ടകളിലേക്ക് ഇനി വോട്ടെണ്ണൽ മാറിയാൽ ഒരു പക്ഷേ ഈ ടാലിയിൽ മാറ്റം വരാം. പക്ഷേ ഇത്രയധികം സമയമായി, ഇത്രയധികം റൗണ്ടുകൾ പിന്നിടുമ്പോഴും കൃത്യമായും CPM-ന് നൽകുന്ന ഒരു സന്ദേശം എന്ന നിലയിൽ തന്നെയാണ് വിമത ശബ്ദം ഉയർത്തി പുറത്തു പോയവർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ടത്. ഇപ്പോഴിതാ ഇനി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതായി വരുന്നത് വിജയിച്ചവരുടെ പട്ടികയാണ്. ഒപ്പം ഫോട്ടോ ഫിനിഷിലേക്ക് പോകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. BJP ലീഡ് ഉയർത്തിയിരിക്കുന്നു. പകുതി റൗണ്ടുകൾ എത്തിയപ്പോൾ 5945 വോട്ടിന്റെ ലീഡാണ്. ഇനി എണ്ണാൻ 9 റൗണ്ട് അവശേഷിക്കുകയാണ്. 5945 വോട്ട്. നിയമത്തിന്റെ കാര്യമാണ്. അവസാന റൗണ്ട് വരെയും നമുക്ക് വിജയം പ്രവചിക്കാനോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനോ പറ്റില്ല. ആ നിലയിൽ വോട്ടുകൾ മാറി മറിയുന്ന മണ്ഡലമാണ്. എന്തായാലും 9 റൗണ്ട് പിന്നിടുമ്പോൾ 5945 വോട്ടിന്റെ ലീഡ് NDA-ക്ക്. PK പ്രശാന്ത് 208 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. വട്ടിയൂർക്കാവിലാണ് ഏറ്റവും ശക്തമായ, വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമാണ് ഏറ്റവും ശക്തമായ മത്സരം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമമടക്കമുള്ള മണ്ഡലങ്ങൾ ഫോട്ടോ ഫിനിഷ് സ്വഭാവമുണ്ട്. പാലയിലും ആ ചിത്രം വരുന്നുണ്ട്. പാലയിൽ 13 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ 2528 കാപ്പന്റെ ഭൂരിപക്ഷം. ഇനി അവശേഷിക്കുന്നത് കൊഴുവനാൽ, മീനച്ചിൽ പോലെയുള്ള പഞ്ചായത്തുകളാണ്. അത് ഇടതുപക്ഷത്തിന് തെറ്റില്ലാത്ത സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. അവിടെ ഒരുപക്ഷെ ഇതിനെ മറികടക്കുമോ ജോസ് കെ മാണി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഫോട്ടോ ഫിനിഷ് ഒരു പരിധിവരെയെങ്കിലും കാപ്പൻ ജയിച്ച മട്ടിലായിരുന്നു പ്രതികരണവും. അതോടൊപ്പം തന്നെ കാപ്പന്റെ അനുഭാവികൾ അദ്ദേഹത്തിന് കിരീടമൊക്കെ ചൂടിച്ചിരുന്നു, വിജയ കിരീടമൊക്കെ ചൂടിച്ചിരുന്നു എന്നതാണ് മാണി സി കാപ്പന്റെ അനുഭാവികൾ. അത് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും UDF ഇപ്പോഴും 100 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. UDF 98, മറ്റുള്ളവർ 2 എന്ന കണക്ക്. അത് 100, UDF സാങ്കേതികമായി 100 എടുത്ത് മുന്നിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും LDF 40-ൽ താഴെ എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ വിജയിച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് ഇത്തവണ മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇതാ M. വിജിൻ വിജയിച്ചിരിക്കുന്നു കല്യാശ്ശേരിയിൽ നിന്നാണ്. വലിയ തിരിച്ചടികൾക്ക് ഇടയിലും M. വിജിനെ പോലെയുള്ള യുവ നേതാക്കളുടെ വിജയം. പക്ഷേ അതും ഈ സൂചിപ്പിക്കുന്ന പോലെ കല്യാശ്ശേരിയിൽ നിന്നാണ് ആ വിജയം എന്നതും എടുത്തു പറയേണ്ടതാണ്. പക്ഷേ മറ്റ് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടകളിൽ അടക്കം നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോഴും, അല്ലെങ്കിൽ നേരിയ ലീഡ് മാത്രമാണ്
പല നേതാക്കൾക്കും ഉള്ളത് എന്ന് തന്നെയാണ് പാർട്ടി ഏറെ ആശങ്കപ്പെടുത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം ഇപ്പോൾ 40,000 കടന്നിരിക്കുന്നു എന്നതാണ്. അതായത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഒന്ന് PK കുഞ്ഞാലിക്കുട്ടി, മറ്റൊന്ന് ചാണ്ടി ഉമ്മൻ എന്ന നിലയിലേക്കാണ്. തൊടുപുഴയിലും വലിയ ഭൂരിപക്ഷമാണ്. അപ്പു ജോണും 40,000 മറികടന്നു എന്നതാണ്. ഒരുപക്ഷെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആ കണക്കുകളിൽ നേരിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പട്ടികയിലേക്കാണ് PK കുഞ്ഞാലിക്കുട്ടിയും അപ്പു ജോണും അപ്പുവും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ചാണ്ടി ഉമ്മനും ഒക്കെ വരുന്നത്. അതേസമയം ഫോട്ടോ ഫിനിഷിനായി കാത്തിരിക്കുന്ന നിരവധിയായ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച കൊട്ടാരക്കര ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിലായിരിക്കും ഫലമറിയാൻ പോകുന്നത്. അതെ, കൊട്ടാരക്കര അവശേഷിക്കുന്ന ഒരു ബാക്കി നിൽപ്പ്, ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ എന്നത് കൂടി കൊട്ടാരക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൗതുകമാണ്. വട്ടിയൂർക്കാവിലും ഫലം ഇങ്ങനെ മാറി മറിയുന്നുണ്ട്, കഴക്കൂട്ടത്ത് ഫലം മാറി മറിയുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടെണ്ണൽ അവസാന വോട്ട് വരെ എണ്ണുന്നത് വരെ എനിക്ക് തോന്നുന്നു സജിത്ത് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇതിന് വേഗത വളരെ കുറവായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഫലം നേരത്തെ അറിയാൻ സാധിക്കില്ല. വ്യക്തതയ്ക്കും കൃത്യതയ്ക്കുമാണ് ഇത്തവണ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ട് വോട്ടെണ്ണലിന്റെ വേഗത അല്പം കുറയും എന്നതാണ്. ഇപ്പോഴത്തെ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിവരം. ചാണ്ടി ഉമ്മൻ പിണറായി വിജയന്റെ ലീഡ് വീണ്ടും കുറയുന്നു. 2792 വോട്ടായി കുറയുന്നു. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പോസ്റ്റർ പതിക്കാനോ പ്രചരണം നടത്താനോ UDF സ്ഥാനാർത്ഥിയെ അനുവദിക്കാത്ത ഇടങ്ങളിൽ അവിടുത്തെ വോട്ട് എണ്ണുമ്പോഴാണ് ഈ നില എന്നത് കൂടി ഓർക്കണം. എന്തായാലും വീണ്ടും ലീഡ് കുറയുകയാണ്. 2792 വോട്ടായി. UDF ചെയ്ത വോട്ടല്ല, CPM തന്നെ UDF സ്ഥാനാർത്ഥിക്ക് ചെയ്ത വോട്ട് എന്നതാണ് അതിന്റെ കൗതുകം. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ അബ്ദുൾ റഷീദിന്റെ പാർട്ടി ഏജന്റിന് ബൂത്തുകളിൽ ഇരിക്കാൻ പറ്റാത്ത ബൂത്തുകൾ ഉണ്ടായെങ്കിൽ അത് പിന്നെ പറയേണ്ടതില്ലല്ലോ, അത് CPM ബൂത്തുകൾ ആണ് എന്നത്. അവിടെ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ തീർച്ചയായും CPIM പ്രവർത്തകർ തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതിന് കൂടുതൽ ചിന്തിക്കേണ്ടതായി വരുന്നില്ല. ഇനിയിപ്പോൾ തൊടുപുഴയിലെ ഫലം അല്പസമയത്തിനകം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അവസാന റൗണ്ടാണ് ഇപ്പോൾ തൊടുപുഴയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് മേൽക്കൈയാണ് ഉള്ളത്. ഇപ്പോൾ ഇതാ പുതുപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ വിജയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോങ്ങാട്, ഈ ഷൊർണൂർ പറയുമ്പോൾ കോങ്ങാട് പ്രധാനപ്പെട്ടതാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയ കോങ്ങാട് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. UDF-നാണ് ഇപ്പോഴും ലീഡ്. എന്നാൽ ലീഡ് നില കുറയുന്നുണ്ട്. 5722. മറ്റാരുമല്ല, KA തുളസിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. PK ശ്രീകണ്ഠന്റെ പത്നി കൂടിയായ ഒരു കുടുംബത്തിലേക്ക് ഒരു MP-യും ഒരു MLA-യും ഒന്നിച്ചുണ്ടാകുമോ? ഇതൊക്കെയാണ് ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും കാത്തിരിക്കാം. നിലവിൽ കോങ്ങാട് UDF-ന് അനുകൂലമാണ് സാഹചര്യം. ലീഡ് ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയാണ് അവിടെ നിലനിർത്തുന്നതെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വളരെ കൗതുകമാണ് കോങ്ങാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം. കഴക്കൂട്ടവും നിയമവും ഒക്കെ അന്തിമ ഫലത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് ഇനി അറിയേണ്ടത്. അഭിലാഷ്, തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ലീഡ് 19,000 വോട്ടുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരും പ്രവചിച്ചില്ല ഇങ്ങനെ ഒരു ട്രെൻഡ്. ഒരുപക്ഷം കുറഞ്ഞേക്കാം. ഇപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അതായത് TK ഗോവിന്ദൻ ഏതാണ്ട് വിജയിച്ച് കയറുന്നു എന്നതാണ്. ഞെട്ടിക്കുന്ന തോൽവി തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. 19,000 വോട്ട് എന്നത് ഒരു പക്ഷേ ഇനിയിപ്പോൾ എത്രമേൽ ശക്തമായ ഇടങ്ങളിലെ വോട്ടെണ്ണിയാൽ പോലും മറികടക്കുക എന്നത് അത്ര എളുപ്പമാകില്ലല്ലോ സജിത്ത. ഒരിക്കലുമല്ല. 19 വലിയൊരു ഭൂരിപക്ഷമാണ് തളിപ്പറമ്പ് പോലെയുള്ള ഇടത്ത്. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഏറെക്കുറെ UDF സ്ഥാനാർത്ഥി ആയി വന്ന TK ഗോവിന്ദന്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ വിജയമുണ്ടാക്കുന്ന അലയൊലികൾ തീരില്ല. വളരെ തരത്തിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് അത് മാറും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ മാത്രം തിരിച്ചടിയാണെങ്കിൽ CPM-ൽ വലിയ നടപടികൾ ഉണ്ടായേനെ. പക്ഷേ ഇതിപ്പോൾ ധർമ്മടത്തടക്കം തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ വലിയ നടപടികളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയണം. ലീഡ് ഉയർത്തുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 5945 വോട്ടായി ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരവും നേമവും NDA ലീഡ് ചെയ്തു. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമാകുന്ന മുന്നേറ്റമാണ് ഇപ്പോൾ കരമന ജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ മറ്റിടങ്ങളിൽ വട്ടിയൂർക്കാവിലോ കഴക്കൂട്ടത്തോ 3 മണ്ഡലങ്ങൾ NDA 3 മണ്ഡലങ്ങൾ ചാത്തന്നൂർ, നേമം,
ഒപ്പം തന്നെ തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരത്ത്, നേമത്ത്, അതോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ 3 ഇടങ്ങളിൽ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. BJP നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലല്ല ഈ അവസാന റൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലീഡ് മാറി. CP ജോൺ വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. അപ്പോൾ 2 ഇടത്തായി NDA മാറുന്നു. നേമത്തും ചാത്തന്നൂരും. തിരുവനന്തപുരം CP ജോൺ അഭിലാഷ്, ഈ ഷോൺ ജോർജ് എന്ത് സ്വാധീനമുണ്ടാക്കും? ഒരുപക്ഷെ ഷോൺ ജയിക്കുമെന്നൊക്കെ BJPക്ക് എന്തെങ്കിലും വലിയ പ്രചരണം നടത്തിയ ഷോൺ ജോർജ് 28,000-ൽ പരം വോട്ടുകൾ ഇതിനകം തന്നെ, അതായത് ഇനി 3 റൗണ്ട് അവശേഷിക്കുന്നുണ്ട്, ഇതിനകം തന്നെ 28,000-ൽ പരം വോട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് പാലായിൽ BJPയുടെ റെക്കോർഡ് വോട്ടുകളാണ്. ഉറപ്പായും. മാത്രവുമല്ല ക്രൈസ്തവ മേഖലകളിലേക്ക് BJP കടന്നു വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. അത് മാത്രമല്ല മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങളുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ അത്തരം വിഷയങ്ങളടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു BJPയെ നേരിട്ടത്. അവിടെ ഒരു അപ്ഡേറ്റ്, വമ്പൻ ലീഡ് പുതുപ്പള്ളിയിൽ 51,713 വോട്ടുകളുടെ ലീഡാണ്. ഒരു റൗണ്ട് കൂടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് അടിക്കുമെന്ന് ഉറപ്പാണ്. കാരണം നിലവിൽ ഒരു റൗണ്ട് അവശേഷിക്കെ നിലവിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 51,713 വോട്ടുകളാണ്. അങ്ങനെയെങ്കിൽ ഒരു റൗണ്ട് കൂടെ അവശേഷിക്കുമ്പോൾ ഏകദേശം 55,000-നടുത്ത ലീഡ് വന്നാലും അത്ഭുതമില്ല. യെസ്, അങ്ങനെ ചാണ്ടി ഉമ്മൻ ഒരിക്കൽ കൂടി പുതുപ്പള്ളി കോട്ടയായി നിലനിർത്തുന്നു. ചാണ്ടി ഉമ്മന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്നു പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന പേര് മലയാളികൾ ചേർത്ത് വെക്കുന്നത് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരുമായിട്ടാണ്. അതിനുശേഷം പിൻഗാമിയായി എത്തിയ ചാണ്ടി ഉമ്മൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.